ഞാൻ മാത്രം സത്യമായവയും ശരിയായവയും ചെയ്താൽ നാട് നന്നാകുമോ? പ്രത്യക്ഷത്തിൽ ആർക്കും ഉപദ്രവമില്ലാത്ത ഇടത്ത് അല്പം നിയമലംഘനം തെറ്റാണോ? അത് തന്നെ ചിന്തിച്ചേക്കാം. പിടിക്കപ്പെട്ടാൽ മാത്രം കുറ്റം ആകാവുന്ന കുറ്റങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മിൽ അനേകരും. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്യാതിരിക്കുവാനല്ല, പിടിക്കപ്പെടാതിരിക്കുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇത് എത്ര വലിയ വിപത്തുണ്ടാക്കുമെന്ന് പലരും ഓർക്കാറില്ല. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതും നികുതി വെട്ടിപ്പ് നടത്തുന്നതും പണം കൊടുത്തും ആളുകളെ സ്വാധീനിച്ചും എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതും ഇതെല്ലാം തെറ്റാണ്. അതിപ്പോൾ പിടിക്കപ്പെട്ടാൽ മാത്രം തെറ്റാവുന്നതല്ല എന്ന കാര്യം മറക്കരുത്. തെറ്റിനെ തെറ്റായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും ആശ്വാസം, അനുഗ്രഹം, സമാധാനം. താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി നാം ചെയ്യുന്ന തെറ്റുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കൊണ്ടുവരുമെന്ന് എപ്പോഴും ഓർക്കണം. ഇതിനെതിരെ വാദിക്കുന്നവർ പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല, നാട്ടുനടപ്പ് മാത്രമാകുന്നു പോലും. എല്ലാവരും ചെയ്യുന്നു, അങ്ങനെ ചെയ്യാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനും സാധിക്കില്ല പോലും. അഥവാ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടുവാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഇതാണ് അവർ വാദിക്കുന്നത്. ഈ കൂട്ടർ അവലംബിക്കുന്ന മാർഗങ്ങളും തെറ്റാകുന്നു എന്ന സത്യം അവർ മറന്നുപോകുന്നു. ഈ പറയുന്ന തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു കമൻ്റ് കൂടി ഈ കൂട്ടർ ഒടുവിൽ ചേർക്കും. ഒരു ക്രിസ്തു വിശ്വാസി തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതിന് കാരണം പിടിക്കപ്പെട്ടാൽ നാണക്കെടും, ശിക്ഷിക്കപ്പെടും എന്നതിനാലല്ല, പിന്നെയോ തെറ്റായിരിക്കുന്നതിനാലാകുന്നു. അങ്ങനെ ചിന്തിച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വാദിച്ചാൽ ഓർക്കണം, നമ്മുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നതാണ് നാം സമൂഹത്തിന് നൽകുന്ന വലിയ സാക്ഷ്യം. അതത്രേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ആത്യന്തികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും അതിമഹത്തായ പാഠങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരികയാണ്. ഇവിടെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നു. നമുക്ക് ദൈവവചനത്തെ ഒരിക്കലും അവഗണിച്ചു പോകുവാൻ സാധിക്കില്ല. ദൈവവചനം എപ്പോഴും സത്യമാണ്. അത് നമ്മെ സത്യ വഴിയിൽ നയിക്കും. എടുത്താട്ടെ ഇയ്യോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം. ഇന്ന് നമുക്ക് 35, 36, 37 അധ്യായങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. ഇയ്യോബിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിലയിരുത്തിയ സ്നേഹിതന്മാർക്ക് വിജയിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ കേട്ടുനിന്നവരിൽ ഒരുവനായി എലീഹു ചാടി വീഴുന്നു. അവൻ ഇയ്യോബിൻ്റെ ഗർവിനെ ശാസിച്ചു. ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ഇയ്യോബ് ആരാകുന്നു എന്ന് വളരെ ചങ്കൂറ്റത്തോടെ യുവാവായ എലീഹു ചോദിക്കുന്നു. ദൈവം ചെയ്യുന്നതൊക്കെ ശരിയാണ്. സൃഷ്ടാവ് ശിക്ഷണത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെടുന്നവരെ, അവൻ്റെ വഴികളിൽ നടക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല. 34-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയും ഇയ്യോബിൻ്റെ പുസ്തകം 35 മുതലുള്ള അധ്യായങ്ങൾ നമുക്ക് നോക്കാം. ദൈവം ഇയ്യോബിനെ ഒരു പാഠം പഠിപ്പിക്കുന്നതായി നാം കാണുന്നു. 35-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തുവെങ്കിൽ അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. എലീഹു പിന്നെയും പറഞ്ഞെന്തെന്നാൽ, എൻ്റെ നീതി ദൈവത്തിൻ്റേതിലും കവിഞ്ഞു എന്ന് നീ പറയുന്നു. ഇത് ന്യായം എന്ന് നീ നിരൂപിക്കുന്നുവോ? താൻ ശരിയാണെന്നും ശരിയായിരിക്കെ തന്നെ താൻ ദൈവത്താൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു എന്നും ഇയ്യോബ് പറയുമ്പോൾ പിന്നെ ദൈവമാകുന്നുവല്ലോ തെറ്റുകാരൻ. അപ്രകാരത്തിലുള്ള ഒരു യുക്തിയിൽ നിന്നും ഉരുത്തിരിയേണ്ട ഉപസംഹാരം അതല്ലേ? ഞാൻ ശരിയാണ്, പിന്നെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടങ്ങൾക്കൊക്കെ കാരണം ദൈവമാകുന്നു. വേറെ ആരാണ്? ദൈവം തന്നെ. അങ്ങനെയൊരു യുക്തിയിൽ എത്തിച്ചേരാവുന്നതാണ്. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ ആകാശത്തേക്ക് നോക്കി കാണുക, നിനക്ക് മീതെയുള്ള മേഘങ്ങളെ ദർശിക്കുക.
നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു? നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്ത് ചെയ്യുന്നു? ഇതാണ് ഇയ്യോബ് ഉയർത്തിയ ചോദ്യം. അവൻ പറഞ്ഞത്, എൻ്റെ ഈ ചെറിയ ജീവിതം ദൈവത്തെ ബാധിക്കുന്നില്ല. ഇതിലെ അത്ഭുതം എന്തെന്നാൽ ഇത് ദൈവത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാപം മിക്കവാറും അനന്തമായതാണ്. ഓർക്കുന്നില്ലേ, അബ്രഹാം ആ ദാസിയുടെ കാര്യത്തിൽ പാപം ചെയ്തു. ലോകം ഇന്നും ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു. മധ്യപൂർവ്വ പ്രദേശങ്ങളിലെ ഒരിക്കലും തീരാത്ത പോരാട്ടം തന്നെ നാം കാണുന്നു. സാറയുടെ ശുപാർശ കൊണ്ട് അവൻ ആ മിസ്രൈമ്യ ദാസിയെ സ്വീകരിച്ചു. എന്നാൽ ഈ കാര്യത്തിൽ അബ്രഹാമും സാറയും തെറ്റായിരുന്നു. എങ്ങനെയാണ് അവർ തെറ്റായത്? അവരുടെ തെറ്റിൻ്റെ ഫലം 4000 വർഷങ്ങളായി ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം മോശമായ ഒന്നാണ്. അത് ദൈവത്തെ ബാധിക്കുന്നു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ദുഷ്ടത നിന്നെപ്പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു. ഇതിന് നിങ്ങൾ തന്നെ എപ്പോഴും സാക്ഷികളാണല്ലേ. നാം സമൂഹത്തെ ബാധിക്കുന്നു. നമ്മുടെ ദുഷ്ടത ആരെയെങ്കിലും മുറിപ്പെടുത്തുന്നു. നമ്മുടെ നീതി ആരെയെങ്കിലും സഹായിക്കും. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു. മഹാന്മാരുടെ ഭുജം നിമിത്തം അവർ നിലവിളിക്കുന്നു. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും. അത് ആശ്ചര്യകരമായിരിക്കുന്നില്ല. രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവൻ ദൈവമാകും. സന്തോഷത്തിൻ്റെതായ ഒരേ ഒരിടം ദൈവത്തോടു കൂടിയാകുന്നു. മനുഷ്യരെല്ലാവരും സന്തോഷമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ പാപക്ഷമയുണ്ട്. ഇപ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗമുണ്ട്. ദൈവം മനുഷ്യനുമായി ഇനിയും ഇടപെടുന്നത് കൃപയാലാണ്. അതുകൊണ്ട് തന്നെ മോശയുടെ മുഖം പ്രകാശിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതി, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അവനാണ് രാത്രിയാമങ്ങളിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവൻ. നിശാ ക്ലബ്ബുകളിൽ പാട്ടുണ്ട്. അവിടെ ചിരിക്കുവാൻ ആവശ്യം പോലെ വകയുണ്ട്. അവരുടെ ഫീസ് അങ്ങ് കൊടുത്താൽ മതി. എന്നാൽ അടുത്ത പ്രഭാതത്തിൽ താങ്കൾക്ക് കിട്ടുന്നത് തലവേദന മാത്രമാണ്. തലവേദനയുമായിട്ടാണ് ഇപ്പോൾ പലരും എഴുന്നേൽക്കുന്നത്. ഒരുപക്ഷെ നിശാ ക്ലബ്ബിൽ പോയില്ല എന്ന് വന്നേക്കാം. എന്നാൽ വെളുപ്പിന് 1 മണി വരെയും 2 മണി വരെയും ഇരുന്ന് TV കണ്ട് സന്തോഷിക്കുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം നൽകിത്തരുവാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാർഗത്തെക്കുറിച്ച് എലീഹു കുലപതിമാരുടെ കാലത്ത് അറിഞ്ഞിരുന്നു. അതെ, പിതാക്കന്മാരുടെ കാലത്ത് അവനത് അറിഞ്ഞിരുന്നു. എലീഹുവിൻ്റെ സംസാരത്തിന് ശേഷം ദൈവം ഇയ്യോബിനോട് സംസാരിക്കുവാൻ ആരംഭിക്കുന്നത് നാം കാണുന്നതാണ്. ഒരു കൊടുങ്കാറ്റടിച്ച് ഇയ്യോബിനെ തന്നെ കിട്ടും. അപ്പോൾ ആ കൊടുങ്കാറ്റിലൂടെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കും. നിങ്ങളോടും എന്നോടും ദൈവം സമാധാനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലാണ്. പ്രതികൂലം അവനൊരു പ്രശ്നമല്ല. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലാണ് അവിടുത്തെ ശാന്തസ്വരം നമുക്ക് വ്യക്തമായി കേൾക്കുവാൻ കഴിയുന്നത്. സന്തോഷത്തിമിർപ്പിൽ, ആഹ്ലാദത്തിൻ്റെ അവസരങ്ങളിൽ പലപ്പോഴും നമുക്ക് ദൈവശബ്ദം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയെന്ന് വന്നേക്കാം. നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ അകന്നു പോകുവാൻ ഇടയാകുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. അവിടുന്ന് നോവത്തക്കവണ്ണം അടിച്ചെന്ന് തോന്നിയാൽ തന്നെ അത് നമ്മെ വെറുക്കുന്നതിനാലല്ല, നമ്മുടെ നന്മയ്ക്കാണ്. ആർക്കും ഒരുപക്ഷെ ഗ്രഹിപ്പാൻ കഴിയാത്ത വലിയ നന്മയ്ക്ക്. അവിടുന്ന് വലിയ അധ്യാപകനാകുന്നെന്ന് തുടർന്ന് നാം കാണുന്നു. 36-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. എലീഹു പിന്നെയും പറഞ്ഞ എന്തെന്നാൽ, അല്പം ക്ഷമിക്കാം, ഞാൻ അറിയിച്ചു തരാം. ദൈവത്തിനു വേണ്ടി ഇനിയും ചില വാക്ക് പറയുവാനുണ്ട്. എലീഹു ദൈവത്തിനു വേണ്ടി സംസാരിക്കുകയാണ്. നമ്മെപ്പോലെ തന്നെ അവനും ദൈവത്തെക്കുറിച്ച് പരിമിതമായൊരറിവ് മാത്രമേ ഉള്ളൂ. ആർക്കും അളക്കുവാൻ കഴിയാത്ത ഒരു ദൈവവുമായിട്ടാണ് നാം ഇടപെടുന്നത്. നമുക്കെല്ലാം എല്ലാ ഉത്തരങ്ങളും ഇല്ല. ഇന്ന് നമുക്ക് എല്ലാ ഉത്തരവും ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് വെറും അബദ്ധമാണ്. അത് തരാമെന്ന് പറഞ്ഞാൽ അത് പറയുന്ന ആൾ കള്ളം പറയുകയാണ്. ഇന്ന് അനേകം ആളുകൾക്കുമുള്ള പ്രയാസം അതുതന്നെയാണ്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന്. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത്?
യേശു ക്രൂശിൽ മരിച്ചു എന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, അവനത് വിശ്വസിച്ചു. അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അതിനയാൾ പറഞ്ഞത്, വളരെയേറെ കാര്യങ്ങൾ വേറെ വിശ്വസിക്കുവാനുണ്ടല്ലോ. സൃഷ്ടിപ്പ്, യോന, നോഹ, അത്ഭുതങ്ങൾ, അങ്ങനെ പലതും. അതുകൂടാതെ അയാൾക്ക് വളരെ അധികം വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ എന്നെ വെല്ലുവിളിച്ചു. നാം അവിശ്വാസികളായിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പാപമാകുന്നു എന്ന് നിങ്ങൾ പ്രസ്താവിച്ചല്ലോ. എന്നാൽ ഒരു വിശ്വാസിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ യഥാർത്ഥ പാപം ചെയ്യുകയാണ്. അതിതാണ്, അവൻ അറിയാവുന്നതിൽ നിന്നും തനിക്ക് അറിയുവാൻ പാടില്ലാത്തത് തന്നെ ശല്യപ്പെടുത്തുവാൻ അവൻ അനുവദിക്കുകയാണ്. വീണ്ടും പറയട്ടെ, അവൻ അറിയാവുന്നതിൽ നിന്നും തനിക്ക് അറിയുവാൻ പാടില്ലാത്തത് അവനെ ശല്യപ്പെടുത്തുവാൻ അവൻ അനുവദിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ മാത്രം ആവശ്യമുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ക്രമീകരിക്കപ്പെട്ടുകൊള്ളും. പ്രധാനപ്പെട്ട കാര്യം വിശ്വസിക്കൂ, അത് വ്യക്തവുമാണല്ലോ. ഞാൻ ഒരു ഉദാഹരണത്താൽ ഇത് വ്യക്തമാക്കുവാൻ ശ്രമിക്കാം. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഇപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ഈ കസേരയെ സംബന്ധിക്കുന്ന എനിക്കറിയുവാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് ആരുണ്ടാക്കി എന്നെനിക്കറിയില്ല. ഇത് ഉണ്ടാക്കിയ കമ്പനി പോലും എനിക്കറിയില്ല. ഈ കസേര ഉണ്ടാക്കിയ സാധനങ്ങളെക്കുറിച്ചും അധികമൊന്നും എനിക്കറിയില്ല. മൊത്തത്തിൽ നോക്കിയാൽ ഈ കസേരയെക്കുറിച്ച് എനിക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ. എന്നാൽ സുഹൃത്തെ, ഈ കസേരയിൽ വിശ്വസിച്ച് ഇതിന്മേൽ ഇരിക്കുവാൻ ഉള്ള അറിവെനിക്കുണ്ട്. ക്രിസ്തു താങ്കൾക്കായി മരിച്ചു എന്ന് താങ്കൾക്കറിയാമോ? അവിടുന്ന് മരണത്തെ തോൽപ്പിച്ച് പുനരുദ്ധാനം ചെയ്തു എന്ന് താങ്കൾക്കറിയാമോ? എങ്കിൽ പിന്നെ അവനെ താങ്കളുടെ രക്ഷകനായി കൈക്കൊള്ളൂ. സമയാസമയങ്ങളിൽ ഈ മറ്റുള്ള സംശയങ്ങൾ സ്വയം പരിഹരിക്കപ്പെട്ടുകൊള്ളൂ. അതിന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ കസേരയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കതിന് കഴിയും. അല്പം ഒന്ന് ശ്രമിച്ചാൽ മതിയല്ലോ. എന്നാൽ അതെൻ്റെ വിഷയമല്ലാത്തതിനാൽ ഞാൻ മൊത്തം അറിയേണ്ടിയിരിക്കുന്നത് ഇതിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ്. ഒരു വിമാനത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എനിക്കറിയൂ. ഒരെണ്ണത്തിൽ കയറുമ്പോൾ ഉള്ളിൽ ഭയമുണ്ട്. എന്നാൽ അതിൽ കയറി എൻ്റേതായ സീറ്റിൽ പോയിരുന്ന് ഞാൻ അതിനെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ സംഗതിയാകെ മാറുന്നു. നാം ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നാം ചെയ്യുവാനായി ദൈവം ആവശ്യപ്പെടുന്നതും അത്രമാത്രമാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നമ്മിൽ അനേകരും നമുക്കറിയുവാൻ പാടില്ലാത്തത് നമുക്കറിയാവുന്നതിനെ ശല്യപ്പെടുത്തുവാൻ അനുവദിക്കുന്ന കൂട്ടത്തിലാണ്. അറിയാവുന്നത് ചെയ്യുക, മറ്റേത് തന്നെ വന്നോളും. ഇപ്പോൾ എലീഹു തൻ്റെ അറിവിൽ വളരെയേറെ പരിമിതികൾ ഉള്ള ഒരു വ്യക്തിയാകുന്നു എന്ന് നാം കാണും. 36 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ദൂരത്ത് നിന്ന് അറിവ് കൊണ്ടുവരും, എൻ്റെ സൃഷ്ടാവിന് നീതിയെ ആരോപിക്കും. നാളുകൾക്ക് ശേഷം പൗലോസ് ഇതേ കാര്യം ചോദിച്ചു. റോമാലേഖനം 9 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ, ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. താൻ ആയിരിക്കുന്നതിലും താൻ ചെയ്യുന്നതിലും ദൈവം നീതിമാനാകുന്നു. എലീഹു ദൈവത്തിന് നീതി ആരോപിക്കുന്നെങ്കിൽ അവൻ അതുകൊണ്ട് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, ദൈവം മനുഷ്യനിൽ നിന്നും വളരെ അകലത്തിലാണ്. വാസ്തവത്തിൽ മനുഷ്യന് ദൈവത്തെ പൂർണ്ണമായി അറിയുവാൻ കഴിയാത്തതുപോലെ അകലത്തിലാണ്. അതിൽ ഒരു സത്യമുണ്ട്. എന്നാൽ ഇന്ന് നമ്മെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റുന്നത് എന്താണ്? എലീഹു പറയുന്നത് തന്നെ ശ്രദ്ധിക്കൂ. 4 വാക്യം, എൻ്റെ വാക്ക് ഭോഷ്കല്ല നിശ്ചയം, അറിവ് തികഞ്ഞവൻ നിൻ്റെ അടുക്കൽ നിൽക്കുന്നു. ദൈവത്തിന് മാത്രമേ പൂർണ്ണമായ അറിവുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. 5 മുതലുള്ള വാക്യങ്ങൾ,
ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. അവൻ ദുഷ്ടൻ്റെ ജീവനെ രക്ഷിക്കുന്നില്ല. ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തി കൊടുക്കുന്നു. അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിലിരുത്തുന്നു. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. ഇവിടെ എലീഹു പറയുന്നതിൻ്റെ മൊത്തം സാരം എന്തെന്നാൽ, ദൈവം നമ്മിൽ നിന്നും വളരെ വളരെ അകലത്തിലാകുന്നു എന്നത്രേ. അവൻ നമ്മിൽ നിന്നും അകന്നിരിക്കുന്നു. അത്രമാത്രം അകലത്തിലായതിനാൽ നമുക്ക് അവനോട് ആശയവിനിമയം നടത്തുക സാധ്യമല്ല എന്ന്. ഈ കാര്യത്തിൽ എലീഹു തെറ്റാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ അനേകം ആളുകളും ഇന്ന് തെറ്റാണ്. മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റുന്ന ആ വിഷയത്തെക്കുറിച്ച് യെശയ്യാവിന് പറയുവാനുള്ളത് തന്നെ ശ്രദ്ധിച്ചാലും അത് ദൂരം കൊണ്ടല്ല, ദൈവം ഉന്നതനും നാം ചെറിയവരുമായതിനാലല്ല, അവൻ അതിരറ്റവനും നാം പരിമിതികളുള്ളവരും ആയതിനാലുമല്ല. യെശയ്യാപ്രവചനം 59:2 ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇനിയും അവരുടെ അവസ്ഥയെക്കുറിച്ച് തുടർന്നവൻ പറയുന്നത് 3-4 വാക്യങ്ങളിൽ, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല. ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. ഇവിടെ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന സംഗതികൾ എന്തൊക്കെയാകുന്നു എന്ന് ദൈവം തന്നെ പറയുകയാണ്. ഇന്ന് ദൈവത്തിൽ നിന്നും നാം അകന്നിരിക്കേണ്ട യാതൊരു കാര്യവും താങ്കൾക്കും എനിക്കുമില്ല. പാപത്തിൻ്റെ ആ വലിയ പ്രശ്നം എന്നേക്കുമായി പരിഹരിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മധ്യത്തിൽ ഇതാ ഒരു മധ്യസ്ഥൻ, മനുഷ്യനായ യേശുക്രിസ്തു. ഇന്ന് അവനിലൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് വരാവുന്നതാണ്. ആരെങ്കിലും തന്നെയും ദൈവത്തെയും ഒരുമിച്ച് ചേർത്തിരുന്നെങ്കിൽ എന്നതായിരുന്നു ഇയ്യോബിൻ്റെ നിലവിളി. എലീഹു മറ്റാരെക്കാളും ഈ കാര്യത്തിൽ അടുത്തു വന്നു. എന്നാൽ അവനത് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഒടുവിൽ ദൈവം തന്നെ ഇറങ്ങി ഇയ്യോബിനോട് ഇടപെടുന്നത്. തുടർന്ന് എലീഹു പറയുന്നത് ദൈവമാകുന്നു വലിയ അധ്യാപകൻ എന്നത്രേ. 22-23 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് 36 അധ്യായത്തിൻ്റെ. ദൈവം തൻ്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു. അവന് തുല്യനായ ഉപദേശകൻ ആരുള്ളൂ? അവനോട് അവൻ്റെ വഴിയെ കൽപ്പിച്ചതാർ? നീ നീതികേട് ചെയ്തു എന്ന് അവനോട് ആർക്ക് പറയാം? ആർക്കും ദൈവത്തെപ്പോലെ ഉപദേശിക്കുവാൻ കഴിയുകയില്ല എന്ന് എലീഹു പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെക്കുറിച്ചും പറഞ്ഞത് ഇതുതന്നെയാണ്. അവൻ മറ്റെല്ലാ ഗുരുക്കന്മാരെക്കാളും ഉന്നതനാണ്. അവൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞത്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നത്ര. യോഹന്നാൻ സുവിശേഷം 7:46. ഈ നിമിഷം വരെ ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും മഹത്തായ പഠിപ്പീര് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരാണ്. ഞാൻ അവൻ്റെ അനുയായി ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ലോകത്തിൽ അവനെ അനുഗമിച്ചിട്ടില്ലാത്ത അനേകം മഹാന്മാരും അവനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ തങ്ങളുടെ അഭിപ്രായം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനാണ് ലോകം കണ്ടിട്ടുള്ളതിലേക്കും വലിയ ഗുരു. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ ഇന്നും അവൻ്റെ ഉപദേശങ്ങളെ പിന്തുടരുവാൻ ശ്രമിക്കുന്നത് ആശ്ചര്യകരമാണ്. അവർ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അവർ കരുണയെക്കുറിച്ച് പറയുന്നു. അവർ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ പഠിപ്പീരുകളെ പിൻപറ്റുവാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നില്ല. യേശു ഇന്നും ഈ കാര്യത്തിൽ ഒന്നാമൻ തന്നെ. എലീഹുവിന് പറയുവാനുള്ളത് 37 അധ്യായത്തോടെ അവസാനിക്കുന്നു. ഈ അധ്യായത്തിൽ നിന്നും 3 വാക്യങ്ങൾ മാത്രമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 37 അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കട്ടെ. വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു. ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. ആ പഴയ ചിന്ത തന്നെയാണിവിടെ. അതായത് ദൈവം മനുഷ്യരിൽ നിന്നും വളരെ അകലത്തിലാണെന്നും
മനുഷ്യന് ദൈവവുമായി ആശയവിനിമയം നടത്തുക അസാധ്യമാണെന്നും. എന്നാൽ എന്താണ് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റുന്നതെന്ന് നാം കണ്ടു കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ വലിമയോ മഹത്വമോ അല്ല, പിന്നെയോ മനുഷ്യൻ്റെ പാപമാകുന്നു. ഇയ്യോബിനു വേണ്ടി ഒരു മധ്യസ്ഥനോ പ്രവാചകനോ ആകുവാൻ എലീഹുവിന് സാധ്യമല്ല എന്ന് ഈ അധ്യായം വ്യക്തമായി പഠിപ്പിക്കുന്നു. എലീഹു ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കയറി പഠിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. ഇയ്യോബിനു വേണ്ടി ഒരു മധ്യസ്ഥനാകുവാൻ അവൻ ശ്രമിച്ചു. എലീഹുവിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ അവൻ അറിയേണ്ടതുപോലെ ദൈവത്തെ പോലും അറിഞ്ഞിരുന്നില്ല എന്ന് ഈ ഭാഗത്ത് വ്യക്തമാണില്ലേ. ദൈവത്തെ എങ്ങനെ സമീപിക്കണമെന്നും അവൻ അറിയില്ലായിരുന്നു. അവൻ ദൈവത്തിൽ നിന്നും വളരെ അകലപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ദൈവം തന്നെ ഒടുവിൽ ഇയ്യോബിനോട് ഇടപെടുന്നത്. യാതൊന്നിനെയും ദൈവത്തോട് സാമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല. അവിടുത്തെ സാന്നിധ്യവും ശക്തിയും ഭയങ്കരമാണ്. അവിടുന്ന് സംസാരിക്കുമ്പോൾ നാം അത് ശ്രദ്ധിക്കണം. പലപ്പോഴും നാം ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ ശ്രമിക്കാറുണ്ടല്ലേ. നമ്മുടെ വാക്കുകളെ അവൻ്റെ അധരത്തിൽ ഇടുക, അവൻ്റെ നിശബ്ദതയെ അവിടുത്തെ അസാന്നിധ്യമായോ കരുതലില്ലായ്മയായോ വ്യാഖ്യാനിക്കുക. നാം പലപ്പോഴും ഇത് ചെയ്തിട്ടുണ്ടല്ലേ. എന്നാൽ സുഹൃത്തെ, ദൈവം കരുതുന്നവനാണ്, ദൈവം കാക്കുന്നവനാണ്, കൈപിടിച്ച് നടത്തുന്നവനാണ്. സകലവും അവിടുത്തെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഒന്നും അവിടുത്തെ നിയന്ത്രണത്തിൽ നിന്നും പോയിട്ടില്ല. അവൻ അനുവദിക്കാതെ യാതൊന്നും ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല, പിശാചിൻ്റെ കയ്യിൽ പോലും. അവിടുന്ന് സംസാരിക്കും. തിരുവചനത്തിലൂടെ അവിടുന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതാണ് എപ്പോഴും അനുഗ്രഹം. അവിടുന്ന് അറിയാതെ യാതൊന്നും നമുക്ക് സംഭവിക്കുന്നില്ല എന്ന് ചുരുക്കം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന ഉറപ്പ് ജീവിതത്തെ പവിത്രമായി സൂക്ഷിക്കുവാൻ നമ്മെ സഹായിക്കും. ഇന്നത്തെ ഈ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. പവിത്രമായി ജീവിക്കുവാൻ, തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.